നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏറെ ഞെട്ടലിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി ഇന്ത്യക്കാരിൽ വൃക്കരോഗം കൂടുന്നതായി റിപ്പോർട്ട്. അമിത ഭക്ഷണവും വ്യായാമയില്ലായ്മയും കാരണം പ്രമേഹവും രക്തസമ്മർദ്ദവും ബാധിച്ച് വൃക്ക തകരാറിലാകുന്നതാണ് പ്രധാന കാരണമെന്ന് ആരോഗ്യ സേവന വിഭാഗമായ സേഹയിലെ റീനൽ ആൻഡ് ട്രാൻസ്പ്ലാന്റ് കൗൺസിൽ മേധാവിയും ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റി നെഫ്രോളജിസ്റ്റുമായ ഡോക്ടർ മുഹമ്മദ് അൽ സിയാറി വ്യക്തമാക്കി. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിച്ചത്. ഇതുകൂടാതെ അമിത ചൂടിൽ ജോലി ചെയ്യുന്നവരിലും വൃക്കരോഗം കണ്ടുവരുന്നതായും അദ്ദേഹം പറഞ്ഞു. വൃക്കരോഗ ചികിത്സയ്ക്കായി നവീന സൗകര്യങ്ങളോടെ ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റിയിൽ പ്രത്യേക വിഭാഗം പ്രവർത്തിച്ചു വരികയാണ്. വൃക്കമാറ്റ ശസ്ത്രക്രിയയ്ക്കുള്ള എല്ലാ ചെലവും അബുദാബി സർക്കാരാണ് വഹിക്കുന്നത്. നിയമവിധേയമായി UAE-യിൽ താമസിക്കുന്ന ദാതാവിനും സ്വീകരിക്കുന്നയാൾക്കും ചികിത്സ സൗജന്യമായി തന്നെ നൽകും. ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള തുടർ ചികിത്സയും സർക്കാർ തന്നെ സൗജന്യമാക്കിയിരിക്കുകയാണ്. UAE-യിലെ ഏറ്റവും വലുതും ആദ്യത്തേതുമായ ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റിയിലെ വൃക്കമാറ്റ ശസ്ത്രക്രിയാ വിഭാഗം കൂടിയാകുന്നു ഇത്. ഇതുവരെ വിവിധ രാജ്യക്കാരായി 140 പേരുടെ വൃക്ക മാറ്റിവെച്ചു കഴിഞ്ഞു. ഇതിൽ 38 പേർ ഇന്ത്യക്കാരാണ്. രക്തബന്ധുക്കൾ വൃക്ക നൽകാൻ സ്വമേധയാ തയ്യാറാവുകയായിരുന്നു. മരണാനന്തരം വൃക്കദാനം ചെയ്യാൻ മുന്നോട്ട് വന്ന 25 പേരിൽ നിന്ന് 3 ഇന്ത്യക്കാർക്ക് വൃക്ക മാറ്റിവെച്ചതായും പറഞ്ഞു. കോവിഡ് അല്പം വെല്ലുവിളി സൃഷ്ടിച്ചതാണെങ്കിൽ തന്നെയും സജീവ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അനുയോജ്യമായ വൃക്ക ലഭിക്കാൻ കാത്തിരിക്കുന്ന വിവിധ രാജ്യക്കാരായ 100 പേരിൽ 20 ഇന്ത്യക്കാരുമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. വർഷങ്ങളായി ഡയാലിസിസ് ചെയ്യുന്നവരും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുകയാണ്. ഡയാലിസിസും സൗജന്യമായി തന്നെ നൽകുന്നു. എന്നാൽ ഇതിന് ബോധവൽക്കരണം അനിവാര്യമാണ്. വൃക്കരോഗവുമായി ബന്ധപ്പെട്ട അജ്ഞത ധാരാളമുണ്ടെന്നും ഈ രംഗത്ത് ബോധവൽക്കരണം അനിവാര്യമാണെന്നും സേഹയിലെ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റും ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് നെഫ്രോളജി ഇന്റർനാഷണൽ നെഫ്രോളജി കമ്മിറ്റി അംഗവുമായ ഡോക്ടർ സിദ്ദിഖ് അൻവർ വ്യക്തമാക്കി. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം. കാർബോഹൈഡ്രേറ്റും ഉപ്പും നിറഞ്ഞ ഭക്ഷണം പ്രമേഹവും രക്തസമ്മർദ്ദവും പൊണ്ണത്തടിയും ഉണ്ടാക്കുമെന്നും ഇത് വൃക്കയുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്നും ഡോക്ടർ സിദ്ദിഖ് അൻവർ വ്യക്തമാക്കി. വർഷത്തിലൊരിക്കൽ പരിശോധന നടത്തണം. 40 വയസ്സ് കഴിഞ്ഞവർ വർഷത്തിലൊരിക്കലെങ്കിലും വൃക്ക പരിശോധന നടത്തിയിരിക്കണം. പ്രമേഹവും രക്തസമ്മർദ്ദവുമുള്ളവർ പ്രത്യേകിച്ചും ഇത് ചെയ്തിരിക്കണം. ബ്രൂഫൻ പോലുള്ള വേദന സംഹാരികളുടെ അമിത ഉപയോഗവും വൃക്കയുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇവ ഉപയോഗിക്കരുത്. വിവിധ രോഗങ്ങൾക്കായി എഴുതി തരുന്ന മരുന്നുകൾ വൃക്കയുടെ പ്രവർത്തനത്തെ ബാധിക്കുമോ എന്ന കാര്യം ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വൃക്കരോഗം സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഗൾഫിലെ പ്രവാസി സമൂഹം മുന്നോട്ട് വരണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. ഇന്ത്യക്കാർക്കിടയിൽ വൃക്കദാനത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായി ഇന്ത്യയിലെ മോഹൻ ഫൗണ്ടേഷനുമായും സേഹ സഹകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. അലയൻസ് ഫോർ പെയർഡ് കിഡ്നി ഡൊണേഷൻ രാജ്യാന്തര സംഘടനയുമായി സഹകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. രാജ്യത്ത് അനുയോജ്യമായ വൃക്ക ലഭ്യമല്ലെങ്കിൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള രോഗികളുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട ക്രോസ് മാച്ച് സൗകര്യമൊരുക്കി വൃക്ക മാറ്റിവെക്കുന്ന രീതി കൂടിയാകുന്നു ഇത്. ഇങ്ങനെ അബുദാബിയിലുണ്ടായിരുന്ന കണ്ണൂർ പഴയങ്ങാടി പള്ളിക്കര സ്വദേശി ഷാസ് മൻസിലിൽ കേസ് നജ്ലയ്ക്ക് തമിഴ്നാട് ഗൂഡല്ലൂർ സ്വദേശി അഷ്റഫിന്റെ ഭാര്യയുടെ വൃക്കയും നജ്ലയുടെ ഉമ്മയുടെ വൃക്ക അഷ്റഫിനും കോഴിക്കോട് വെച്ച് മാറ്റിവെച്ചത് വലിയ വാർത്തയായി മാറുകയായിരുന്നു. എല്ലാ വൃക്കരോഗികൾക്കും തുല്യ പരിഗണനയാണ് UAE നൽകി വരുന്നത്. UAE-യിലെ വൃക്കരോഗികൾക്ക് 800-500 അഥവാ 05066292239 എന്ന നമ്പറിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നതായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.